ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് സെം സുവോളജിയിലെ മൊഡ്യൂൾ 6ലേക്ക് കടക്കാം. ഫൈലം പൊരിഫറ. ഈ മൊഡ്യൂളിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയാം. നമുക്കിതിൽ പഠിക്കാനുള്ളത് ഇതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സാണ് ആദ്യം തന്നെ. പിന്നെ സെലക്റ്റീവായിട്ടുള്ള ചില ക്ലാസ്സസും സെലക്റ്റീവായിട്ടുള്ള അതിൻ്റെ എക്സാമ്പിൾസുമാണ് പഠിക്കാനുള്ളത് മെയിനായിട്ട്. പിന്നെ മെയിനായിട്ട് വരുന്നത് കനാൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പഠിക്കാനാണ്. അതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പിക്ചർ എന്ന് പറയുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം വി ക്യാൻ എൻറ്റർ ഇൻ ടു ദ മൊഡ്യൂൾ. ഓക്കെ, പൊരിഫറ ഇൻക്ലൂഡ് ചെയ്യുന്ന എനിമൽസ് എന്ന് പറയുന്നത് സ്പോഞ്ചസ് ആണ്, അഥവാ പോർ ബെയറേഴ്സ്. ഓക്കെ, അവരുടെ സിമെട്രി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസിമെട്രിക്കൽ അഥവാ റേഡിയലി സിമെട്രിക്കൽ മെറ്റസോൺസ് ആണ്, വിത്ത് സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് പൊറസ് ബോഡി, ഇൻറ്റേർണൽ സിസ്റ്റം ഓഫ് കനാൽസ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ശരിക്കും സാലിയൻ ഫീച്ചേഴ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ മെയിനായിട്ട് സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ബോഡി ടിഷ്യൂസായിട്ടും ഓർഗനായിട്ടും ഒന്നും തിരിച്ചിട്ടില്ല, ലൂസ് അഗ്രിഗേഷൻ ഓഫ് സെൽസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, പിന്നെ ബോഡി പൊറസ് ബോഡിയാണ് സ്പോഞ്ചസിന് ഉണ്ടാവുക. ബോഡി ഈസ് പെർഫറേറ്റഡ് ബൈ ന്യൂമറസ് ഓപ്പണിങ്സ് കോൾഡ് ഓസ്റ്റിയ ഓർ ഇൻകറൻറ്റ് പോർസ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറിൻ്റെ ഇൻഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ഫീച്ചറിൽ നിന്നാണ് അതിൻ്റെ നെയിം കിട്ടിയത്. പൊരിഫറ എന്ന നെയിം കിട്ടിയത് ഈ ഫീച്ചറിൽ നിന്നാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇൻറ്റേർണൽ കനാൽ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. ഇൻറ്റേർണലി ദർ ഇസ് എൻ എലാബറേറ്റ് സിസ്റ്റം ഓഫ് കനാൽസ് ഫോർ ദ സർക്കുലേഷൻ ഓഫ് വാട്ടർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് ഓക്സിജൻ. ഫുഡിൻ്റെയും ഓക്സിജൻ്റെയും ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ വാട്ടറിൻ്റെ സർക്കുലേഷന് വേണ്ടിയിട്ടും ഒരു വെൽ ഡെവലപ്ഡ് എലാബറേറ്റ് കനാൽ ഇൻറ്റേർണലി പൊരിഫറയ്ക്ക് കാണുന്നു. പിന്നെ ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് സ്പോഞ്ചോസീൽ അഥവാ പാരഗാസ്ട്രിക് കാവിറ്റിയുടെ പ്രസൻസ് ആണ്. അപ്പോൾ ബോഡി ഒരു സെൻട്രൽ കാവിറ്റീനെ എൻക്ലോസ് ചെയ്യുന്നു, അതിൻ്റെ പേരാണ് സ്പോഞ്ചോസീൽ. അപ്പോൾ ഓസ്റ്റിയ ചുറ്റും കുറേ ഓസ്റ്റിയകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് ഓപ്പണിങ്സ് കോൾഡ് ഓസ്റ്റിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓസ്റ്റിയ ഓപ്പൺ ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? ഓസ്റ്റിയ ഓപ്പൺ ടു ദിസ് ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ ഈ പറഞ്ഞ സ്പോഞ്ചോസീൽ പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഓസ്റ്റിയോ വഴിയാണ്. ഓക്കെ, സ്പോഞ്ചോസീൽ ഓപ്പൺസ് ഔട്ട് ബൈ എ ലാർജ് പാസേജ് നോൺ ആസ് ഓസ്കുലം. വാട്ടർ എൻറ്റേഴ്സ് ദ സ്പോഞ്ചോസീൽ ത്രൂ ദ ഓസ്റ്റിയ ആൻഡ് പാസസ് ഔട്ട് ത്രൂ ദ ഓസ്കുലം. മൗത്തും ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ആബ്സെൻ്റ് ആണ്. പിന്നെ വരുന്നത് പ്രസൻസ് ഓഫ് കൊയാനോസൈറ്റ്സിൻ്റെ പ്രസൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ സ്പോഞ്ചോസീൽ ലൈനിങ് ദ സ്പോഞ്ചോസീലിനെ ലൈൻ ചെയ്തിട്ട് അതേപോലെ തന്നെ കനാൽ കാവിറ്റി സിസ്റ്റത്തെയും ലൈൻ ചെയ്തിട്ട് യുണീക്ക് ടൈപ്പ് ഓഫ് ഫ്ലജലേറ്റഡ് ആൻഡ് കൊളറേറ്റഡ് സെൽസ്, അതിൻ്റെ പേരാണെന്ത്? കൊയാനോസൈറ്റ്സ്. These are similar to the protist choanoflagellates. അപ്പോൾ നമ്മൾ പ്രൊട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കൊയാനോഫ്ലജലേറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതിൻ്റെ ഒരു ഫീച്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ബോഡി ഈസ് സപ്പോർട്ടഡ് ബൈ സ്പിക്യൂൾസ് ആൻഡ് സ്പോഞ്ചിൻ ഫൈബേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ബോഡി വോൾ സ്പോഞ്ചസിൻ്റെ ബോഡി വോളിൽ കൺസിസ്റ്റ് ഓഫ് എ ഗെലറ്റനസ് മെട്രിക്സ് ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സ്പോഞ്ചിൻ ഫൈബേഴ്സും സ്പിക്യൂൾസും കാണപ്പെടുന്നു. അപ്പോൾ സ്പോഞ്ച് എന്ന് പറയുന്നത് സിൽക്ക് ലൈക്കും എലാസ്റ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. സ്പിക്യൂൾസ് എന്ന് പറയുന്നത് സ്മോൾ ബ്രിസ്റ്റൽസ് ആണ്. സിലിക്കയിൽ നിന്നോ കാൽഷ്യം കാർബണേറ്റിൽ നിന്നോ ആണ് ഇത് ഫോം ചെയ്യുന്നത്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് വെരി ഹൈ പവേഴ്സ് ഫോർ റീജനറേഷൻ, power to repair or reconstruct damaged or lost parts. പിന്നെ വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ഇസ് ബോത്ത് അസെക്ഷൽ ആൻഡ് സെക്ഷൽ. റീപ്രൊഡക്ഷൻ സെക്ഷലുമാണ് അസെക്ഷലുമാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ബഡ്ഡിങ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ഫ്ലജലേറ്റഡ് ആൻഡ് ഫ്രീ സ്വിമ്മിങ് ലാർവ. ഈ ഒരു ഫീച്ചർ നമ്മളിപ്പോൾ അടുത്ത് കുറേ കണ്ടതാണ്. ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത് പാരൻകീമുല, ആംഫിബ്ലാസ്റ്റുല ഒക്കെയാണ്. അത് നമുക്ക് പഠിക്കാനുണ്ട്.
ഓക്കെ, ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയാം. ഫൈലം പൊരിഫെറ is divided into 3 classes based largely upon the chemical composition and structure of the supporting skeleton. ക്ലാസ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കാൽസിസ്പോഞ്ചിയ, ഡെമോസ്പോഞ്ചിയ ആൻഡ് ഹയാലോസ്പോഞ്ചിയ ഓർ ഹെക്സാക്റ്റിനെല്ലിഡ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഈ 3 എണ്ണത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പം ഒരു എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ള ക്ലാസ്സുകളൊന്നുമില്ല. ഈ 3 എണ്ണം തന്നെയാണ് പഠിക്കാനുള്ളത്. എക്സ്ട്രാ ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാൽസിസ്പോഞ്ചിയ. ആദ്യത്തെ ഇതായിട്ടുള്ള കാൽസിസ്പോഞ്ചിയ ഓർ കാൽച്ചേറിയ, ഇതിനെക്കുറിച്ച് പറയാം. ആദ്യത്തെ ക്ലാസ് ആയിട്ടുള്ള കാൽസിസ്പോഞ്ചിയ. ഓക്കെ, ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്പോഞ്ചസ് എന്താ വിളിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ കോമൺലി കോൾഡ് കാൽച്ചാരിയസ് സ്പോഞ്ചസ്. കാരണം എന്താ, സിൻസ് ദ സ്പിക്യൂൾസ് ആർ ഫോംഡ് എൻറ്റയർലി ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അതിൻ്റെ സ്പിക്യൂൾസ് എന്താണ്, കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദേ ആർ ദ മോസ്റ്റ് പ്രിമിറ്റീവ് ഓഫ് ഓൾ സ്പോഞ്ചസ് ആൻഡ് ആർ ഇൻഹാബിറ്റൻസ് ഓഫ് ദ ഷാലോ കോസ്റ്റൽ വാട്ടേഴ്സ് ഓഫ് ദ സീസ് ഓഫ് ഓൾ ഓവർ ദ വേൾഡ്. ഇതിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ സൈസ്ഡ് ആണ്. ഇതിലത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്മോൾ സൈസും സിമ്പിളും അതേപോലെ തന്നെ സോളിറ്ററി അല്ലെങ്കിൽ കൊളോണിയലാണ്. ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ അഥവാ വെയ്സ് ലൈക്ക് ആണ്. ഇതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പിന്നെ ഇതിൻ്റെ സ്പിക്യൂൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പിക്യൂൾസ് മോണാക്സോണിക് ആണ്, എന്ന് വെച്ചാൽ സിംഗിൾ ലെയേർഡ്, അല്ലെങ്കിൽ ടെട്രാസോണിക് എന്ന് വെച്ചാൽ 4 റേഡ്. സിംഗിൾ ലെയേർഡ് അല്ല കേട്ടോ, സിംഗിൾ റേഡ് അഥവാ ടെട്രാക്സോണിക് 4 റേഡ് ആണ്. ആൻഡ് ആർ ഫോംഡ് ഓഫ് എൻറ്റയർലി ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കാൽച്ചേറിയ എന്ന് പേര് വന്നത്. ഇതിൻ്റെ ഓസ്കുലം is often fringed with bristles. ഓക്കെ, കോയാനോസൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ആർ റിലേറ്റീവ്ലി ലാർജ്. ഇതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത് ല്യൂക്കോസൊളീനിയ, ലുക്കാൻഡ്ര, ഗ്രാൻറ്റിയ. ഓക്കെ, ഇതിൽ ല്യൂക്കോസൊളീനിയനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഡെമോസ്പോഞ്ചിയ ആണ്. ഡെമോസ്പോഞ്ചിയനെ കുറിച്ച് നോക്കാം. അപ്പോൾ കാൽസിസ്പോഞ്ചിയനെ കുറിച്ചിട്ട് പറഞ്ഞു, ദേ ആർ മേഡപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ദേ സ്പിക്യൂൾസ് ആർ മേഡപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അതുകൊണ്ടാണ് അതിന് കാൽച്ചേറിയ അഥവാ കാൽസിസ്പോഞ്ചിയ എന്ന് പേര് വന്നത്. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ഡെമോസ്പോഞ്ചിയ ആണ്. ഡെമോസ്പോഞ്ചിയ എന്ന് പറയുന്നത് സ്പോഞ്ചസിലെ ലാർജസ്റ്റ് ഗ്രൂപ്പാണ്. അത് 80% സ്പോഞ്ച് സ്പീഷീസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. Its members are the most widely distributed and the most highly organized of all sponges. അവ ലാർജ് സൈസ്ഡും സോളിറ്ററി അഥവാ കൊളോണിയലുമാണ്. വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ദ ഫാമിലി സ്പോഞ്ചില്ലിഡേ, ഓൾ മെമ്പേഴ്സ് ആർ മെറൈൻ. സ്പോഞ്ചില്ലിഡേ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ മെമ്പേഴ്സും മെറൈനാണ്. മേജർ ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ കോമ്പാക്റ്റ് ആണ്, മോസ്റ്റ്ലി മാസീവ് ആൻഡ് ബ്രൈറ്റ്ലി കളേർഡ് ബോഡിയാണ്. പിന്നെ ദ സപ്പോർട്ടിംഗ് സ്പിക്യൂൾസ് ആൻഡ് ഫൈബേഴ്സ് ആർ ഫോംഡ് ഓഫ് സ്പോഞ്ചിൻ ആൻഡ് ബട്ട് നെവർ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഇവ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സ്പിക്യൂൾസ് ഫോം ചെയ്യുന്നത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടല്ല. അതെന്തുകൊണ്ടാണ്, സ്പോഞ്ചിൻ അല്ലെങ്കിൽ സിലിക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സ്പിക്യൂൾസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോണാക്സോണിക്കോ അഥവാ ടെട്രാക്സോണിക്കോ ആണ്. സിംഗിൾ റേഡോ 4 റേഡോ ആണ്. പിന്നെ ആർ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ലാർജ് മെഗാസ്ക്ലീസ് ആൻഡ് സ്മോൾ മൈക്രോസ്ക്ലീസ്. ചില ഫോംസിൽ സ്കെലറ്റനും ആബ്സെൻ്റ് ആണ്. പിന്നെ സ്പോഞ്ചോസീലിസ് പ്രാക്ടിക്കലി ആബ്സെൻ്റ് ആണ്. പ്രസൻസ് ഓഫ് കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഇൻ ഫ്രഷ് വാട്ടർ സ്പീഷീസ്, എ ഫീച്ചർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ പ്രോട്ടോസോയിൽസ്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത് സ്പോഞ്ചില്ല, ക്ലിയോണ, ഒസ്കാരല്ല, യൂസ്പോഞ്ചിയ ഇവയൊക്കെയാണ്. ഓക്കെ, പിന്നെ വരുന്ന ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളതല്ല, ഈ 3 ക്ലാസ്സസ് തന്നെയാണ് പഠിക്കാനുള്ളതും ഇതിൻ്റെ ശരിക്കുള്ള ക്ലാസ്സസ് ആയിട്ട് വരുന്നതും. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഹയാലോസ്പോഞ്ചിയ അഥവാ ഹെക്സാക്റ്റിനെല്ലിഡ ആണ്. ഹയാലോസ്പോഞ്ചിയ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്പോഞ്ചസിനെ വിളിക്കുന്ന പേര് ഗ്ലാസ് സ്പോഞ്ചസ് എന്നാണ്. സിൻസ് ദെയർ സ്കെലറ്റൻ ഈസ് സംവട്ട് ഗ്ലാസ്, അവരുടെ സ്കെലറ്റൻ ഗ്ലാസ് ലൈക്ക് ആയിട്ടാണ് കാണപ്പെടുന്നത് ഏകദേശം. അതുകൊണ്ടാണ് ഇതിനെ ഗ്ലാസ് സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നത്. ദേ ആർ മോസ്റ്റ്ലി ഡീപ്പ് സീ ഫോംസ് ആണ് ഇവ. ലിവിങ് ഇൻ ദ ഡാർക്ക് ആൻഡ് കോൾഡ് അബിസൽ ഡെപ്ത്സ്.
ദ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ സോളിറ്ററി ഫോംസ് വിത്ത് സിലിണ്ട്രിക്കൽ ഓർ ഫണൽ ഷേഡ് ബോഡി ഹാവിങ് മാർവലസ് അസിമെട്രി ആൻഡ് സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി. ഇതിൻ്റെ ഔട്ടർ ലെയറും ഇന്നർ ലെയറും the outer layer and the inner flagellated layer of the body wall are syncytial rather than cellular. Okay. Contractile elements are absent in body wall. Glass-like siliceous skeleton formed mostly of hexaxonic, six-rayed spicules. അതുകൊണ്ടാണ് ഇതിനെ ഹെക്സാക്റ്റിൻ എലിഡ എന്ന് വിളിക്കുന്നത്. ചില കേസസിൽ സ്പിക്യൂൾ ഫ്യൂസ് ടു ഫോം എ ലാറ്റിസ് ലൈക്ക് സ്കെലറ്റൻ. പിന്നെ ഇതിൻ്റെ കനാൽ സിസ്റ്റം സിമ്പിളാണ്. ഇതിൻ്റെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഹെക്സാക്റ്റിൻ എലിഡ അഥവാ ഹൈലോസ്പോഞ്ചിയയുടെ എക്സാമ്പിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂപ്ലെക്റ്റെല്ല, ഹൈലോനമ, ഫെറോണമ. യൂപ്ലെക്റ്റെല്ലിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ സെലക്റ്റഡ് എക്സാമ്പിൾസിനെ കുറിച്ചിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് വരുന്ന എക്സാമ്പിൾ കാൽസി സ്പോഞ്ചിയയുടെ എക്സാമ്പിളാണ് അഥവാ കാൽസേരിയയുടെ എക്സാമ്പിളാണ്. അത് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ല്യൂക്കോസൊളിനിയാണ്. ഓക്കെ, ഫൈലം പൊരിഫെറയും ക്ലാസ് കാൽസി സ്പോഞ്ചിയാണ്. അതിനെക്കുറിച്ച് പറയാം. ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംപ്ലസ്റ്റ് ഫോംസ് ഓഫ് സ്പോഞ്ചസ് ആണ്. സ്മോളാണ്, ഡെലിക്കേറ്റ് ആണ്, സെഡൻറ്ററി ആണ്, ബ്രാഞ്ചിങ് ആണ്, കൊളോണിയൽ മെറൈൻ സ്പോഞ്ചാണ്. ഇതിൽ 100 സ്പീഷീസ് ഓഫ് ല്യൂക്കോസൊളിനിയ റിപ്പോർട്ടഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഇൻഹാബിറ്റ് ചെയ്യുന്നത് ഷാലോ റോക്കി സീഷോസ് ബിലോ ലോ ടൈഡ് മാർക്ക് വർക്ക്. ദർ ഇസ് സ്ട്രോങ് വേവ് ആക്ഷൻ. They are found abundantly along the northern Atlantic coast. ഇതിലത്തെ ബെസ്റ്റ് നോൺ സ്പീഷീസ് എന്ന് പറയുന്നത് എൽ ബോട്രിയോട്സ്, ലെക്കോസൊളിനിയ ബോട്രിസോയിഡ്സ്, എൽ കോംപ്ലിക്കേറ്റ ആൻഡ് എൽ വാരിയബിലിസ് ആണ്. ഇനി ഇതിൻ്റെ കോളനീസ്, ല്യൂക്കോസൊളിനിയയുടെ കോളനീസ് ക്യാൻ ബി സിമ്പിൾ ഓർ കോംപ്ലെക്സ് depending on the complexity of the network of branching tubes. In the simplest species-ന്റെ കാര്യം പറയുകയാണെങ്കിൽ the colony consists of a few simple vase-like vertical tubes or individuals arising from an irregular horizontal tube that remains attached to the substratum with adhesive disc. Each vertical tube encloses a central cavity called spongiocele. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് എന്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നു? which opens out by terminal osculum. The tube also bears numerous ostia on its surface. They open to the spongiocele. പിന്നെ complex colonies have a complex network of branching horizontal tubes. A few large erect cylinders arise from these branches. At its end, ഇതിൻ്റെ എൻഡിൽ each erect cylinder bears an osculum. ഓരോ എറക്ട് സിലിണ്ടേഴ്സും ഓസ്കുലം കണ്ടെയ്ൻ ചെയ്യുന്നു അല്ലെങ്കിൽ ബെയർ ചെയ്യുന്നു. In the most complex species, the outermost tube fuse together forming a false surface or pseudoderm and leaving a few large openings or pseudopores. Such a colony appears solid. Each tube of the colony may produce a number of buds. Each main tube encloses a spongiocele that opens to the exterior by an osculum. ഇനി ബോഡി വാളിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തിന്നാണ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഔട്ടർ എപ്പിഡെർമിസ് ആൻഡ് ഇന്നർ എൻഡോഡെർമിസ്, നോൺ റെസ്പെക്റ്റീവ്ലി ആസ് പിനാക്കോഡെർം ആൻഡ് കൊയാനോഡെർം. 2 cellular layers are separated by a jelly-like non-cellular layer of mesenchyme or mesoglia. Each wall-നെ കുറിച്ച് പറയുകയാണെങ്കിൽ wall of each tube is perforated by numerous ostia through which water enters the spongiocele and passes out through osculum. പിന്നെ ല്യൂക്കോസൊളിനിയയിലേക്ക് ലോക്കോമോട്ടോസ് പവേഴ്സ് ഇല്ല ആൻഡ് ഇറ്റ്സ് ഡിവൈഡ് ഓഫ് സെൻസറി സെൽസ് ആൻഡ് നെർവ് സെൽസ്. ഫീഡിങ് അപ്പ് എങ്ങനെയാവാം? ഇറ്റ്സ് ബൈ കനാൽ സിസ്റ്റം വിച്ച് ഇസ് ആസ്കനോട്ട് ടൈപ്പുള്ള കനാൽ സിസ്റ്റം വഴിയാണ് ഇതിൻ്റെ ഫീഡിങ് നടക്കുന്നത്. ആസ്കനോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഓഫ് ഓൾ കനാൽ സിസ്റ്റമാണ്. ഫുഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാങ്ക്ടോൺസ് ആൻഡ് ബിറ്റ്സ് ഓഫ് ഓർഗാനിക് മാറ്ററാണ്. ഫുഡ് പാർട്ടിക്കിൾസ് are carried by the water current created by the beating of flagellae or the choanocytes. Flagellae അല്ലെങ്കിൽ choanocytesൻ്റെ ബീറ്റിംഗ് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കറൻറ്റ് വഴിയാണ് ഇവർക്ക് ഫുഡ് പാർട്ടിക്കിൾസ് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. അത് ഇൻജസ്റ്റ് ചെയ്ത് തന്നെ ഈ choanocytesലേക്ക് ഇൻജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പാസ് ഡയറക്റ്റ്ലി ഇൻ ടു ദ അണ്ടർലൈങ് അമീബോസൈറ്റ്സ്. ഡൈജഷൻ ടേക്സ് പ്ലേസ് ഫുഡ് വാക്യൂൾസിൽ വെച്ചിട്ടാണ് ഡൈജഷൻ നടക്കുക. വിച്ച് ആർ acidic in
അറ്റ് ഫസ്റ്റ് ആൻഡ് ആൽക്കലൈൻ ലേറ്റർ. നമ്മൾ അന്ന് ഒരു ഇതിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ കണ്ട പോലെ തന്നെയാണ്. ഇനി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ എക്സസ് ഇസ് സ്റ്റോർഡ് ഇൻ സെർട്ടൻ എമിബോസൈറ്റ്സ് ആസ് ഗ്ലൈക്കജൻ, ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് ലിപ്പോപ്രോട്ടീൻസ്. ദർ ആർ നോ സ്പെഷ്യൽ ഓർഗൻസ് ഫോർ റെസ്പിറേഷനും എക്സ്ക്രീഷനും വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് ഒന്നും തന്നെ ഇല്ല. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷലും അസെക്ഷലും മെത്തേഡ്സിൽ നടക്കുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബഡ്ഡിങ് വഴിയാണ്. ലിക്കോസോൾനിയ ഹെർമോഫ്രോഡൈറ്റ് ആണ്, ബട്ട് വിത്ത് സ്പെഷ്യലൈസ്ഡ് ഗോണാഡ്സ്. Gametes are formed by the differentiation of amoebocytes. Internal cross fertilization is the rule. Internal cross fertilization ആണ് നടക്കുക. സ്പേംസ് എൻ്റർ ദ ബോഡി ത്രൂ വാട്ടർ കറണ്ട് വഴി ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. സ്പെഷ്യൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് എ സീലിയേറ്റഡ് ലാർവ കോൾഡ് പാരൻകീമുല. ഇറ്റ് സ്വിംസ് അബൌട്ട് ഫോർ എ ഫ്യൂ അവേഴ്സ് ദെൻ attaches to a substratum and in a few days develops to a juvenile sponge. Leucosolia has great powers of regeneration. ഇതൊക്കെയാണ് ഈ ല്യൂക്കോസോൾനിയ എന്ന കാൽസ്യം സ്പോഞ്ചിയയുടെ എക്സാമ്പിൾസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഡെമോസ്പോഞ്ചിയൻ്റെ എക്സാമ്പിളായിട്ടുള്ള ക്ലാസ് ഡെമോസ്പോഞ്ചിയയുടെ എക്സാമ്പിളായ സ്പോഞ്ചില്ലേനെ കുറിച്ച് പറയാം. ഫൈലം വരുന്നത് പോരിഫറ. ഓക്കെ, സ്പോഞ്ചില്ല എന്ന് പറയുന്നത് സെഡൻറ്ററി ബ്രാഞ്ചിങ് കൊളോണിയൽ ആൻഡ് ഫ്രഷ് വാട്ടർ സ്പോഞ്ചാണ്. ഇറ്റ് റിമെയിൻസ് പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ടു സബ്മേഴ്സ് സ്റ്റിക്സ് ആൻഡ് പ്ലാന്റ്സ് ഇൻ പോൺസ്, ലേക്ക് ആൻഡ് സ്ട്രീംസ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഗ്രീൻ ആൽഗെ, അതിൻ്റെ പേര് സൂക്ലോറല്ല എന്നാണ്. ഇതിൻ്റെ പ്രസൻസ് കാരണം, ഇതിൻ്റെ ടിഷ്യൂവിൽ സൂക്ലോറല്ലയുടെ പ്രസൻസ് കാരണം സ്പോഞ്ചില്ല ഇസ് ജനറലി ഗ്രീൻ ഇൻ കളർ. ഓക്കെ, സ്പോഞ്ചില്ല colony has a flat and branching base for attachment. Arranging from it are numerous vertical branches with terminal oscula. Surface of the vertical tubes bears numerous ostia which open to the spongiocele. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ബോഡി വാൾ എന്ന് പറയുന്നത് തിൻ ഡെർമൽ മെംബ്രെയിൻ ആണ്, വിച്ച് ഈസ് പെർഫറേറ്റഡ് ബൈ ഓസ്റ്റിയ ആൻഡ് ഓസ്കുല. കനാൽ സിസ്റ്റം റാഗൺ ടൈപ്പാണ്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. സ്കെലറ്റൻ കൺസിസ്റ്റ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് സിലീഷ്യസ് സ്പിക്യൂൾസ് എംബഡഡ് ഇൻ സ്പോഞ്ചിൻ. സ്പോഞ്ചിൻ വാല്യുബിൾ. സ്പോഞ്ചിൻ എന്ന് പറയുന്നത് മെഡിസിനൽ ആൻഡ് ഡെർമറ്റോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൽ വാല്യുബിൾ ആണ്. സ്പോഞ്ചില്ല മോസ്റ്റ്ലി ഫീഡ് ചെയ്യുന്നത് ആൽഗേനെയാണ്. ഫീഡിങ് ഈസ് എയ്ഡഡ് ബൈ കനാൽ സിസ്റ്റം. പിന്നെ ആൽഗൽ സെൽസ് എന്ന് പറയുന്നത് ഫാഗോസൈറ്റൈസ്ഡ് ബൈ പൈനാക്കോസൈറ്റ്സ് ആൻഡ് കൊയാനോസൈറ്റ്സ്. കുറച്ച് സമയത്തിന് ശേഷം ദേ ആർ ട്രാൻസ്ഫേർഡ് ടു ആർക്കിയോസൈറ്റ്സ്, അമീബോസൈറ്റ്സ് ആൻഡ് ലോഫോസൈറ്റ്സ്. റീപ്രൊഡക്ഷൻ ബോത്ത് അസെക്ഷലും സെക്ഷലുമാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ജെമ്യൂസ് വഴിയാണ് നടക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നത് അൺയൂഷ്വൽ ഫ്രീ സ്വിമ്മിങ് ലാർവേ വിച്ച് ഇസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്പോഞ്ചില്ലയാണ്. ഓക്കെ, ഇനി യൂപ്ലെക്ടെല്ലനെ കുറിച്ച് പറയാം. യൂപ്ലെക്ടെല്ല എന്ന് പറയുന്നത് ക്ലാസ് ഹൈലോസ്പോഞ്ചിയയുടെ എക്സാമ്പിളാണ്. ഓക്കെ, ഹെക്സാക്റ്റിനല്ലിയുടെ അഥവാ ഹൈലോസ്പോഞ്ചിയയുടെ എക്സാമ്പിളാണ് യൂപ്ലെക്ടെല്ല. ഫൈലം പൊരിഫറ. യൂപ്ലെക്ടെല്ലനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഗ്ലാസ് സ്പോഞ്ച് എന്നും വിളിക്കുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ബിക്കോസ് എന്തുകൊണ്ടാണ് അതിൻ്റെ സ്കെലറ്റൻ ഗ്ലാസി ആയിട്ടാണ്. കണ്ടെയ്ൻസ് ആ സ്കെലറ്റനിൽ ഗ്ലാസി ലാറ്റിസ് വർക്ക് ഓഫ് ഫ്യൂസ്ഡ് സിലീഷ്യസ് സ്പിക്യൂൾസ് ഉണ്ട്. ഇറ്റ് ഈസ് എ സോളിറ്ററി മെറൈൻ സ്പോഞ്ച്. ബെസ്റ്റ് സ്റ്റഡി സ്പീഷീസ് ഇൻ യൂപ്ലെക്ടെല്ല സ്പിർഗിലം വിച്ച് ഈസ് കോമൺലി നോൺ ആസ് വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഫൗണ്ട് ഇൻ വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ നിയർ ദ ഫിലിപ്പിൻ ഐലൻഡ്സ്. പിന്നെ യൂപ്ലെക്ടെല്ലയുടെ ബോഡി എന്ന് പറയുന്നത് സിലിണ്ട്രിക്കലാണ്, തിൻവോൾഡും കേർഡുമാണ്. ആൻഡ് ഓസ്കുല സീ ഫോംഡ് ഓഫ് ഫ്യൂസ്ഡ് സ്പിക്യൂൾസ് ക്ലോസസ് ദ അപ്പർ എൻഡ്. ലോവർ എൻഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആങ്കറിങ് സിലീഷ്യസ് റൂട്ട് സ്പിക്യൂൾസ് കാണാം. ദ ബോഡി എൻക്ലോസസ് എ സ്പോഞ്ചോസീൽ. There is no epidermis of pinacocytes. Encircling the cylinder are projecting ledges of spicules. പിന്നെ there are many openings or parietal gaps in the meshwork of spicules. അവ കണക്ട് ചെയ്യുന്നു വിത്ത് സ്പോഞ്ചോസീൽ ബട്ട് ആർ നോട്ട് എ പാർട്ട് ഓഫ് ദ കനാൽ സിസ്റ്റം. പക്ഷേ ഇവർ കനാൽ സിസ്റ്റത്തിൻ്റെ പാർട്ടല്ല. ഫ്ലജിലേറ്റഡ് ചാമ്പേഴ്സ് ലൈ റേഡിയലി ഇൻ ദ സ്പോഞ്ച് വാൾ. സ്കെലറ്റൻ എങ്ങനെയാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ദേ ആർ മെയ്ഡ് അപ്പോൾ സിലീഷ്യസ് ടെട്രാക്സോൺ ആൻഡ് ഹെക്സാസോൺ സ്പിക്യൂൾസ് ബൗണ്ട് ടുഗദർ ബൈ സിലീഷ്യസ് സിമെൻറ്റ്. സോ ദ സ്പിക്യൂൾസ് ഫോം എ കോംപ്ലക്സ് നെറ്റ്വർക്ക്. കനാൽ സിസ്റ്റം ഓഫ് യൂപ്ലെക്ടെല്ല എന്ന് പറയുന്നത് സിക്ക
ചിക്കൻ ടൈപ്പാണ്. The large Spongocola euplectella often harbors crustaceans, commensals such as Spongicola venusta. Details of reproduction in euplectella are not known. ഇതിൻ്റെ റീപ്രൊഡക്ഷൻ്റെ കാര്യം റീപ്രൊഡക്ഷൻ്റെ കാര്യം നോൺ അല്ല. However, available data indicate that reproductive mechanisms are similar to those found in other sponges. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾസും എക്സാമ്പിൾസിനെ കുറിച്ച് പഠിച്ചു. ഇനി നെക്സ്റ്റ് വോയിസിൽ നമുക്ക് കനാൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പോൾ ഈ വോയിസ് ഇവിടെ തീരാണ്. ഓക്കെ ഫ്രണ്ട്സ്, വി ക്യാൻ സീ സൂൺ ഇൻ ദ നെക്സ്റ്റ് വോയിസ്. ഓക്കെ.